KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഉത്തരവിറക്കി രാജ്ഭവൻ. സിസ തോമസിനെയും ശിവപ്രസാദിനെയും നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. 6 മാസത്തേക്കാണ് ഇരുവരുടെയും കാലാവധി. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, KTU സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്ഥിരം VCമാരെ നിയമിക്കണം എന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇപ്പോൾ ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് രാജ്ഭവൻ? തീർച്ചയായും ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി സ്ഥിര VCയെ നിയമിക്കണമെന്നും അതിനോടൊപ്പം തന്നെ KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ നിലവിലുള്ള VCമാരെ തുടരാൻ അനുവദിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും രാജ്ഭവന് നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്ഭവൻ ഔദ്യോഗികമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിരുന്നു ഇരുന്നതെങ്കിലും സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പ് കിട്ടുന്നതിൽ കാലതാമസമുണ്ടായി. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ വിധിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം രാജ്ഭവന് ലഭിച്ചത്. ഈ പൂർണ്ണരൂപം, ഈ ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം കൂടി തേടിയതിനു ശേഷമാണ് ഇപ്പോൾ KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലികമായി VCയെ നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാല VCയായ ഡോക്ടർ സിസ തോമസിനെയും KTU സർവകലാശാല കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് VCയായി കെ ശിവപ്രസാദിനെയും നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ഈ 2 സർവകലാശാലകളിലേക്കും VCമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ 3 അംഗ പാനലുകൾ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ പാനൽ ഗവർണർ തള്ളി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാനലിൽ നിന്ന് ഒരു വൈസ് ചാൻസലറെ, പുതിയ ഒരു വൈസ് ചാൻസലറെ നിയമിക്കാതെ നേരത്തെ ഉണ്ടായിരുന്ന 2 പേർക്കും പുനർനിയമനം നൽകുന്ന ഒരു നടപടിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. VCമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഇവർ താൽക്കാലിക VCമാർ ആണ് എന്നാണോ, സ്ഥിരം VCമാർ ആണ് എന്നാണോ? എന്താണ് അതിനകത്തൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നിലവിൽ ഇവർ താൽക്കാലിക VCമാരായിട്ടാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് മാത്രമാണ് ഇവരുടെ കാലാവധി. 6 മാസം ഇനി സിസ തോമസിനും കെ ശിവപ്രസാദിനും സർവകലാശാല VCമാരായി തുടരാൻ കഴിയും. സ്ഥിര VC നിയമനം എന്ന ഒരു നടപടിയിലേക്ക് ഗവർണർ ഇതുവരെയും കടന്നിട്ടില്ല. കാരണം അതിന് നിരവധി നിയമ നടപടികൾ ബാക്കിയുണ്ട്. കൂടാതെ സർവകലാശാല ഭേദഗതി ബില്ല്, നിയമസഭ പാസാക്കിയ സർവകലാശാല ഭേദഗതി ബില്ല് ഇപ്പോഴും ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ നിലവിൽ സ്ഥിര VCമാരെ നിയമിക്കാനുള്ള നിയമസാധുതയില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ആ ബില്ല് പാസ്സാകണം, അല്ലെങ്കിൽ ആ ബില്ല് നിരാകരിക്കപ്പെടണം. ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ സർവകലാശാലകളിൽ സ്ഥിര VC നിയമനം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 2 പേരെയും താൽക്കാലിക VCമാരായി 6 മാസ കാലാവധിയിലേക്കാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ലക്ഷ്മി, 6 മാസത്തെ കാലാവധിയിലേക്ക് KTU സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക VC നിയമനം നടത്തിയിരിക്കുകയാണ്. ഈ താൽക്കാലിക VC നിയമനത്തിൽ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഹാൻസ് തുടരുന്നുണ്ട്. ഹാൻസ്, അപ്പോൾ ഇനി 6 മാസക്കാലത്തേക്ക് ഇതിനകത്ത് ക്ലെയിം ഉന്നയിക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സുപ്രീം കോടതി തന്നെ ഇത് അവരുടെ ഉത്തരവിൽ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി 6 മാസത്തേക്ക് സർക്കാരിന് ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള നീക്കവും നടത്താൻ പാടില്ല എന്നുകൂടി അർത്ഥമില്ലേ? തീർച്ചയായും ലക്ഷ്മി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടിയാണ്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നു, സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം സർവകലാശാലകളിൽ VCമാരെ നിയമിക്കാനായിട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ സർക്കാർ ഈ 2 സർവകലാശാലകളിലേക്കും 3 അംഗ പാനൽ വീതം ഗവർണർക്ക് സമർപ്പിക്കുന്നു. പക്ഷേ ആ സമയങ്ങളിലെല്ലാം നമ്മൾ കരുതിയിരുന്നത് ഈ 3 അംഗ പാനലിൽ നിന്ന് തന്നെ ഗവർണർ ഒരു നിയമനം നടത്തുമെന്നായിരുന്നു. ഈ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു വൈസ് ചാൻസലർമാർ ഈ 2 സർവകലാശാലകളിലേക്കും വരും എന്നുള്ളൊരു നിഗമനത്തിലേക്കായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഗവർണർ കൂടുതൽ നിയമോപദേശം തേടുകയും പിന്നീട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തത്. ഈ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അംഗീകരിക്കുകയായിരുന്നു. സ്ഥിര VC നിയമനം സർവകലാശാലകളിൽ നടത്തണം, പക്ഷേ അതിനോടൊപ്പം തന്നെ നിലവിലെ താൽക്കാലിക VCമാരായിട്ടുള്ളവർക്ക് വീണ്ടും നിയമനം നൽകിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോഴും ഗവർണറുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ സർക്കാർ നൽകിയ 3 അംഗ പാനലിൽ നിന്ന് വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാമെന്നുള്ളത്. പക്ഷേ അത് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമോപദേശം തേടിയത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരെയും, ഈ കെ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും വീണ്ടും 6
മാസത്തേക്ക് കൂടി തുടരാൻ അനുവദിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇതിനെ നിയമപരമായി നേരിടാൻ സർക്കാരിന് സാധിക്കില്ല. കാരണം ഗവർണറുടെ വശം വെച്ച് നോക്കുകയാണെങ്കിൽ നിയമവശം വെച്ചിട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇത് തിരിച്ചടിയാണ്. സർക്കാരിന് ഇനി ഇത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും രാജീവും മന്ത്രിയായിട്ടുള്ള പി രാജീവും മന്ത്രി ആർ ബിന്ദുവും എല്ലാം ഈ മൂന്നംഗ പാനലിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സർക്കാർ സമർപ്പിച്ച പാനലിൽ നിന്ന് തന്നെ ഈ രണ്ട് സർവകലാശാലകളിലേക്കും VC-മാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യവും ഗവർണർ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഗവർണറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലക്ഷ്മി. അതായത് ഇപ്പോഴും ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നു എന്ന് തന്നെ വേണ്ടേ ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഗവർണർക്ക് പറയുമ്പോൾ ഏതായാലും സുപ്രീം കോടതിയുടെ വിധിയുടെ ബലമുണ്ട്, അതുകൊണ്ട് തന്നെ സർക്കാരിന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോഴും ആ ഭിന്നത അതിശക്തമായി തുടരുന്നു എന്ന് തന്നെ വേണ്ടേ ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹാൻസ്? തീർച്ചയായും ലക്ഷ്മി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കാണുന്നു. ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് വന്ന് കണ്ടിട്ട്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും നേരിട്ട് വന്ന് കണ്ട് ഇതേ ആവശ്യങ്ങൾ സംസാരിക്കുന്നു. അതിൽ പ്രധാന വിഷയങ്ങൾ ഒന്നായിരുന്നു ഈ KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഉണ്ടായിരുന്നു. സർക്കാർ നൽകുന്ന 3 അംഗ പാനലിൽ നിന്ന് വേണം ഇത്തരത്തിൽ താൽക്കാലിക VC-യുടെ നിയമനം നടത്താനായിട്ട്, അല്ലെങ്കിൽ സർക്കാരുമായി കൂടിച്ചേർന്ന് വേണം ഗവർണർ VC-മാരെ നിയമിക്കാൻ എന്നുള്ളൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരവ് നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിലെ VC-മാരെ തന്നെ തുടരാൻ അനുവദിക്കുന്നു. അതും 6 മാസ കാലയളവിലേക്ക്. സുപ്രീം കോടതിയുടെയും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെയും എല്ലാം നിരീക്ഷണമുണ്ടായിരുന്നു. താൽക്കാലിക VC-മാരെ നിയമിക്കുകയാണെങ്കിൽ തന്നെ 6 മാസത്തേക്ക് മാത്രം അവരെ നിയമിക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിസ തോമസിൻ്റെയും K ശിവപ്രസാദിൻ്റെയും അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിലെയും VC-മാരുടെ കാലാവധി അവസാനിച്ചു എന്നുള്ളൊരു ചോദ്യം ഉയർന്നത്. അപ്പോഴും ഇവരുടെ എല്ലാവരുടെയും കാലാവധി അവസാനിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് K ശിവപ്രസാദും സിസ തോമസും ചുമതല ഏറ്റെടുത്തത്. മെയ്യിൽ അവരുടെ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഈ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് ശേഷം ഇവരെല്ലാവരും തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത് നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി വന്നതോടുകൂടി നിയമപരമായി ഇതിന് സർക്കാരിന് നേരിടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവർ രണ്ടുപേരെയും 6 മാസ കാലയളവിലേക്ക് കൂടി നിയമിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. കാരണം ഈ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ഗവർണർ നിയമനം നടത്തുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കൃത്യമായ ഉത്തരവ് പകർപ്പ് ലഭിച്ചതിന് ശേഷം, നിയമോപദേശം ലഭിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാം എന്നായിരുന്നു രാജ്ഭവന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ രാത്രി രാജ്ഭവന് ഈ ഉത്തരവിന്റെ പൂർണ്ണ പകർപ്പ് ലഭിക്കുന്നു. അതിൽ നിയമോപദേശം തേടിക്കൊണ്ട് സർക്കാരിന് മറ്റൊരു ചോദ്യം ഉയർത്താൻ കഴിയാത്ത രീതിയിൽ രണ്ടുപേരെയും അല്ലെങ്കിൽ സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചുകൊണ്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് മാത്രം കാലാവധി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇതിനെ ഇനി സർക്കാർ എങ്ങനെ നേരിടും എന്നുള്ളത് ചോദ്യമാണ്. കാരണം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സർക്കാരിന് വഴങ്ങാൻ ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ധ്വനി കൂടി ഇതിലൂടെ രാജ്ഭവൻ നൽകുന്നുണ്ട് ലക്ഷ്മി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലാണ് ഇപ്പോൾ താൽക്കാലിക VC-മാരെ നിയമിച്ചുകൊണ്ട് ഗവർണർ രാജ്ഭവൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും ഏകപക്ഷീയമായ ഒരു തീരുമാനവുമായി രാജ്ഭവൻ മുന്നോട്ടു പോകുന്നു, ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുന്നോട്ടു പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വാർത്ത ഇതിനകത്ത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി കൂടി ഉണ്ട് 6 മാസത്തേക്ക്. കാരണം സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി എന്താകും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.